നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുവാൻ വേണ്ടി പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പുട്ടിന് വേണ്ടി തനതായിട്ട് പൊടി തയ്യാറാക്കിയെടുക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ ഇന്ന് നമുക്ക് ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള അരിപ്പൊടിയോ ഉപയോഗിച്ചിട്ട് പഞ്ഞി പോലുള്ള പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിന് വേണ്ടിയുള്ള അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിയുടെ പൊടി എടുക്കുമ്പോൾ അത് വറുത്തിട്ടില്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ട് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ പുട്ടുപൊടി വാങ്ങിക്കുമ്പോൾ അത് കുറച്ച് തരികൾ കൂടി ചേർന്നതായിരിക്കുമല്ലോ പുട്ടുപൊടി. എന്നാൽ ഇടിയപ്പത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പലരും വിചാരിക്കുന്നത്. കാരണം അത് നനച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടകളായിട്ടൊക്കെ കിടക്കും. അപ്പോൾ പെർഫെക്റ്റായിട്ട് പുട്ടായിട്ട് കിട്ടുമോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഈ പുട്ടുപൊടിക്ക് കുറച്ച് തരികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് റവ ചേർക്കാം. ഇപ്പോൾ റവ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും റവ ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പുട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് തരികൾ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ട് കുറച്ച് റവ ചേർക്കുകയാണ്. ഒരു 2-3 സ്പൂൺ ചേർത്താൽ മതി. ഇതാ ഇത്രത്തോളം മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് നനച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അരിപ്പൊടി അളന്ന കപ്പിൽ തന്നെ ഒരു 1/2 കപ്പിന് മുകളിൽ വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത്രയും വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് നനച്ചെടുക്കാൻ. കാരണം ഓരോ അരിപ്പൊടിക്കും അതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ. ഈ പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തുന്ന സമയത്ത് ഒന്ന് കട്ടയായിട്ട് വരണം. എന്നാൽ അതുപോലെ തന്നെ അത് ഒന്ന് ഉടച്ച് പഴയ രീതിയിലേക്ക് മാറ്റുവാനും പറ്റണം. അതായത് അതിൻ്റെ കട്ട ഉടഞ്ഞിട്ട് പഴയതുപോലെ പൊടിയായിട്ട് മാറണം. ആ ഒരു പരുവത്തിൽ വേണം ഇത് നനച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം കൂടി പോകരുത്, എന്നാൽ പൊടി തീരെ അങ്ങ് പച്ചയായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നനച്ചെടുക്കണം. ഇത് തീരെ നൈസായിട്ടുള്ള അരിപ്പൊടി ആയത് കാരണം ഇത് നനച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടകളായിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൊടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാറില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. അതുപോലെ തന്നെ ഈ പൊടിയും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം ഇട്ട് അടിക്കേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്യാനൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പുട്ടുപൊടി തയ്യാറായി കിട്ടും. ഇതുപോലെ കുറച്ച് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടതെന്നൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഗോതമ്പ് പുട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടും. ഇതുപോലെ ബാക്കിയിരിക്കുന്ന പൊടിയും നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മൾ പുട്ടുപൊടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി പുട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ കുറച്ച് തരികൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിലേക്ക് റവ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ്ഡായിട്ട് പുട്ട് തയ്യാറാക്കിയേക്കാം. അതായത് ഇതിനോടൊപ്പം കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് പുട്ടുപൊടി തയ്യാറാക്കാം, അല്ലെങ്കിൽ റാഗിപ്പൊടി ചേർക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. എന്നിട്ട് അതൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടും. ഇതുപോലെ തേങ്ങയും അരിപ്പൊടിയും ഈ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ പൊടി നിറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പൂൺ വെച്ചൊന്നും ഒരുപാട് അമർത്തി ഈ പൊടി ഇതിലേക്ക് വെക്കരുത്. ഇപ്പോൾ ഇത് മുകളിൽ വരെ പൊടി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. സ്പൂൺ വെച്ച് അമർത്തരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആവി മുകളിലേക്ക് വരില്ല, ഈ പൊടി നന്നായിട്ട് വെന്ത് കിട്ടില്ല.
അതുകൊണ്ട് ഇതുപോലെ നിറച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മാത്രം മതി. പുട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ പഞ്ഞി പോലുള്ള പുട്ട് തയ്യാറാകും. ഇപ്പോൾ ചില പൊടികൾ വെച്ചിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് പുട്ട് കുറ്റിയിൽ നിന്ന് കറക്റ്റായിട്ട് ഇളകി വരത്തില്ല. അതിൽ ആ കുറ്റിയിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ട് നല്ല ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഈ പുട്ടുകുടത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം, ഒരു 1-1.5-2 മിനിറ്റോളം സമയം ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചേക്കുക. അതിൻ്റെ അടപ്പൊന്നും തുറക്കാതെ ഇങ്ങനെ വെച്ചേക്കുക. അതിന് ശേഷം ഇത് പുട്ടുകുറ്റിയിൽ നിന്ന് മാറ്റാം. നല്ല ഷേപ്പോടെ തന്നെ കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായി കഴിഞ്ഞു. നല്ല പഞ്ഞി പോലുള്ള പുട്ടാണ്. കാരണം നല്ല നൈസായിട്ടുള്ള പുട്ടുപൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പുട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ ഇടിയപ്പത്തിൻ്റെ പൊടി മാത്രമേ ഉള്ളെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുമല്ലോ. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.